ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എമ്പുരാനെ പറ്റി തന്നെ. പക്ഷേ കുറച്ച് തിരക്കിലായതുകൊണ്ട് വീഡിയോ ചെയ്യാനും പറ്റില്ല, ഭയങ്കര ഒരു ഇതിലാണ്. സോ എന്താ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പം കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാന്ന് വെച്ചു. അതിൻ്റെ ഒരു കാര്യം പറയുള്ളത്, തമ്പനയിൽ കാണുമ്പം അല്ലെങ്കിൽ തമ്പനയിൽ കണ്ടിട്ട് ചില ആൾക്കാരാണ് ഉള്ളിൽ വന്നിട്ട് അത് എന്താണോ എന്നൊന്നും ചോദിക്കരുത്. കാരണം തമ്പനയിൽ ഇനിയിപ്പോൾ ഞാനടക്കം നമ്മൾ മോശമായിട്ടുള്ള ഒന്നും ഇടില്ല, അത് ഭയങ്കര മോശമാണ്, നമ്മൾ നെഗറ്റീവ് പറയണമൊക്കെ തമ്പനയില്. ബട്ട് നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല, സിനിമയെ പറ്റിയ കാര്യങ്ങളാണ് പറയണത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മാത്രമേ കൂടുതൽ ആൾക്കാർ നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്ന് കാണുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇനി കാര്യത്തിലേക്ക് വരാം. എമ്പുരാന്റെ ടീസർ കണ്ടിട്ട് നമ്മളെല്ലാ മലയാളിയിലില്ല, ഇന്ത്യയിലുള്ള എല്ലാവരും, പ്രഭാസ് വരെ നമ്മൾ സ്റ്റോറി ഇടുന്ന കണ്ടു. സോ അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയിലുള്ള എല്ലാവരും, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും, ഓഡിയൻസ് എല്ലാവരും വെയിറ്റ് ചെയ്ത് ഉറ്റു നോക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമ. പൃഥ്വിരാജ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ എടുത്തു വെച്ച ടീസറിൽ നമുക്ക് മനസ്സിലായതാണ്. സോ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. 2 മാസം നമുക്ക് വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി എന്താണ് നമ്മളെ സർപ്രൈസ് കാര്യങ്ങളെന്ന് വെച്ചാൽ, ടീസർ ഇറങ്ങി നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്തു, പല കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും എന്തായാലും ഉണ്ട് എന്ന് അറിയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് സർപ്രൈസ് ക്യാരക്ടേഴ്സ്. അതായത് ഈ സിനിമയിലുള്ള നമ്മൾക്ക് ഫേവറേറ്റ് ആയ പല ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സ് ഇതിലുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് ഉറപ്പായിട്ടും അറിയാം അതിൽ ആക്ടേഴ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ അതിലുണ്ട്. ആരൊക്കെയാന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ പല പേരുകളും പറയുന്നുണ്ട്, പല ഗസ്റ്റിങ്ങും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ പൃഥ്വിരാജ് ഓൾറെഡി ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അതെന്താ കുറച്ച് നേരത്തെയാണ് ബോളിവുഡിലും ഹിന്ദി ചാനലിലും ഒക്കെ ഓൾറെഡി ഇന്റർവ്യൂസ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് എമ്പുരാനെ കുറിച്ചിട്ടൊക്കെ. സോ അതിന് റീസൺ ആ ഇന്റർവ്യൂ തന്നെ കണ്ടാൽ മനസ്സിലാവും. പൃഥ്വിരാജ് പറയുന്നുണ്ട് കാര്യങ്ങൾ. ഈ ആദ്യം പറയാനുള്ളത്, അദ്ദേഹം ഈ ഒരു ബോളിവുഡ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂല് വന്ന ക്വസ്റ്റ്യനും അതിന് എന്താ പറയാ അദ്ദേഹം പറഞ്ഞ ആൻസറാണ്. വേറെ ഒന്നുമല്ല, ആ ഇന്റർവ്യൂ ചോദിച്ചതാണ്. അതിലൊരു തമാശ കൂടി ഉണ്ട് ഇന്റർവ്യൂ ചോദിച്ചത്. കാരണം ഇന്റർവ്യൂ തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇന്റർവ്യൂർ ചോദിച്ചു തുടങ്ങിയതാണ്, നമ്മൾ ആ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റർ ഇറങ്ങിയല്ലോ, അപ്പൊ ആ പോസ്റ്ററിൽ മമ്മൂക്കയാണോ ഫഹദാണോ ബേസിൽ ജോസഫ് ആണോ, എനിക്ക് ആ ഇന്റർവ്യൂ എവിടെ നിന്നാണ് ഈ സംഭവം കിട്ടിയെന്ന് അറിയില്ല. ട്രോളാന്ന് മനസ്സിലാകും, ഒരു ഹിന്ദി ആങ്കറാണ്, എന്തായാലും ട്രോളാന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. ബേസിൽ ജോസഫിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? അതായത് ആ തിരിഞ്ഞു നിൽക്കുന്നത് മമ്മൂക്കയാണോ ഫഹദാണോ ബേസിൽ ജോസഫ് ആണോ? ഓക്കെ, ആ തമാശ കൊടുക്കട്ടെ. അതിന് വളരെ വ്യക്തമായിട്ട് പൃഥ്വിരാജ് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഈ 3 പേരുമില്ല. ഓക്കെ, ബേസിൽ ജോസഫ് അല്ല, നമുക്ക് മലയാളികൾക്ക് അറിയാം എന്തായാലും. ഫഹദ് അല്ല എന്ന് പറയാം, മമ്മൂക്കയുമല്ല, ആരുമില്ല. ആ തിരിഞ്ഞു നിൽക്കുന്നത് ഇവരാരുമല്ല. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു. അപ്പം അത് നിരാശ ഉണ്ടോ വെച്ചാല് ഇപ്പോഴും നിരാശപ്പെടാനായിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കാണാം, ആദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കും, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. About it, there was a poster that you guys launched, okay, of L2, and internet broke because they were guessing who that person is. Yeah. Okay, so is it Mammootty sir, is it Basil Joseph, or is it Fahad Fasil? I could tell you, but then I'd have to kill you. Is it one of the 3? No. It's not one of the 3. No. But So I can tell you this much, that when we set out with the casting of this film, I reached out to my wish list, yeah, across the world. I reached out to my wish list, and some really big names from the UK, from the US, really big names. And sometimes to my shock and sometimes to my pleasant surprise, most of them said, yeah, we'd like to explore this. Yeah. And I was like, wow. You know? And we've had to translate the script to a few other languages for them to read and all that. And we have sent it to them and they have said yes. And then the agents come in. Yeah. And the agents come in and we have already briefed them. Listen, this is an Indian film. Moreover, this is a Malayalam film. And the actors understand. The actors are like, yeah, we get it. And I'm asking them for like 4 days or 5 days. And the actors are like, no, then the agents come in. And then they sort of start strategizing. And you reach a point. And I reached a point where I knew that, okay, I have this much money to make the film with. Yeah, I would love so, and so. But if I'm going to go for that, then I have to make the film with what is remaining. Or I can let go of the wish list in terms of casting and cast actors that I think are suitable for it, not stars, and then go all out in making the film. That's what I've done. So മമ്മൂക്ക എമ്പുരാനിലില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അതിൽ നമ്മളൊക്കെ കീറി പരിശോധിക്കാറില്ല, അങ്ങനെ പരിശോധിക്കാം. അങ്ങനെ നോക്കുമ്പം അതായത് അദ്ദേഹം
അദ്ദേഹം പറഞ്ഞ വേർഡ്സ് എങ്ങനെയാണ്, ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ സെക്കൻഡ് പാർട്ടിൽ എമ്പുരാനിലെ മമ്മൂക്ക ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം മേ ബി ലൂസിഫർ പാർട്ട് 3 മമ്മൂക്ക ഉണ്ടാവാം. അതിനുള്ള ചാൻസ് വളരെ അധികമാണ്. കാരണം ലൂസിഫർ പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെയും 10 മടങ്ങ് വലിയ മൂവിയാണ്. സോ അതിൽ മമ്മൂക്ക ഉറപ്പായിട്ടും ഉൾക്കൊള്ളിക്കാനുള്ള ചാൻസ് ഉണ്ടാവുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നത്. കാരണം അപ്പോൾ അത് പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. മേ ബി ഈ എമ്പുരാനിലെ ക്ലൈമാക്സ് സീനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പൊ ലൂസിഫറിൽ എബ്രാം ഖുറേഷിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന പോലെ ലൂസിഫർ പാർട്ട് 3 ഒരു ഗ്ലിംസ് കാണിച്ചിട്ട് അതിലൊരു മമ്മൂക്കയുടെ ക്യാരക്ടർ കാണിച്ചാലോ? പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കാരണം മമ്മൂക്ക പാർട്ട് 3 ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പല കാരണങ്ങളും കൊണ്ട്. മേ ബി അപ്പൊ പൃഥ്വിരാജ് കള്ളം പറഞ്ഞില്ല എന്നുമായി. ഓക്കെ, അപ്പൊ അത് പറയാൻ പറ്റില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. മേ ബി അതിനൊരു ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സ് പോട്ടെ, നമ്മൾ കൊറിയൻ ലാലേട്ടൻ എന്ന് പറയുന്നത് ഓൺലി വേറെ എമ്പുരാനിലുണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന, ഞാൻ ചെറിയ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. സോ ഒരുപാട് പേരുണ്ട്. സോ അവിടെ എത്തി. പിന്നെ ഇന്റർനാഷണൽ, അത് പിന്നെ ഹോളിവുഡ് ആക്ടറായ അദ്ദേഹത്തിന്റെ പേര് ബോണി, പേര് മറന്നുപോയി. സോ ആ തിരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോയിൽ അദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അങ്ങനെ ഇന്റർനാഷണലി നമ്മൾ വേൾഡ് വൈഡിലുള്ള പല ആക്ടേഴ്സും നമ്മൾ ഇതിനോട് പേര് പറഞ്ഞ് കേൾക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടി പൃഥ്വിരാജ് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം ഇപ്പം പറഞ്ഞതെന്താ വെച്ചാല്, ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണലി എല്ലാവരും അറിയുന്ന പല ആക്ടേഴ്സിനെയും എസ്പെഷ്യലി US UK അദ്ദേഹം എല്ലാവർക്കും സമീപിച്ചല്ലോ, എല്ലാവരും അദ്ദേഹം സമീപിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. സോ പൃഥ്വിരാജ് പറഞ്ഞത് സർപ്രൈസിംഗ്ലി, ഷോക്കിംഗ്ലി അതിൽ ഓൾമോസ്റ്റ് അദ്ദേഹം നമുക്കറിയില്ല. മേ ബി നമുക്ക് ഇഷ്ടപ്പെട്ട ഹോളിവുഡ് പല ആക്ടേഴ്സും ഉണ്ടാവും. നമുക്ക് വേറെ ആണെങ്കിൽ ഗസ് ചെയ്യാം. മേ ബി ഞാൻ വിൽ സ്മിത്തിനെ ഗസ് ചെയ്യാണ് ഞാൻ. മേ ബി ആ കബുക എന്ന് പറഞ്ഞ ക്യാരക്ടറിന്. കാരണം പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ വൈഫ് സൂപ്പർമാൻ ഭയങ്കര ഫാനാണ് വിൽ സ്മിത്തിന്റെ. അദ്ദേഹത്തിന് ഭയങ്കര ഫാനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ ക്യാരക്ടർ, അതായത് ഈ കബുക എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഫിസിക്കലി അപ്പിയറൻസിൽ ഭയങ്കര മാച്ച് ഉണ്ട് വിൽ സ്മിത്ത്. സോ മേ ബി വിൽ സ്മിത്തിനെ സംബന്ധിച്ചിട്ടുണ്ടാവും. സോ ഇനിയിപ്പോ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്രോച്ച് ചെയ്തതിൽ ഓൾമോസ്റ്റ് എല്ലാവരും സമ്മതിച്ചു. അപ്രോച്ച് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, വി വുഡ് ലൈക്ക് ടു എക്സ്പ്ലോർ എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഇങ്ങനെ ഇന്ത്യയിൽ ഒരു മൂവിയിലുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു വന്നു. പിന്നെ അതിനുശേഷമാണ് അദ്ദേഹത്തിൽ പറഞ്ഞ ഏജൻസികൾ ഇടപെടുന്നു, ഏജന്റുമാരെന്ന് പറയുന്നത്. അപ്പൊ ഏജന്റുമാർ എനിക്കറിയില്ല, മേ ബി നമ്മളെ വലിയ വലിയ ആക്ടേഴ്സിനൊക്കെ അപ്പൊ ഏജന്റുമാരായിരിക്കും കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അപ്പോൾ ഏജന്റുമാര് സീനിൽ വന്നപ്പോൾ പിന്നെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മേ ബി അത് ഞാനിപ്പോൾ ചിന്തിക്കും, അത്ര വലിയ ബഡ്ജറ്റ് കൊടുത്തിട്ട് നമുക്ക് ഒരാളെ ഹോളിവുഡിൽ നിന്ന് ഹയർ ചെയ്യാൻ പറ്റുമോ എമ്പുരാനെന്ന് അറിയില്ല. മേ ബി അവർ റെഡി ആയിരിക്കണം. പക്ഷെ ഏജന്റുമാർ വന്ന ടൈമിൽ പൈസന്റെ കാര്യങ്ങളോ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പം പൃഥ്വിരാജ് ചിന്തിച്ചെത്രയുണ്ട്. പൃഥ്വിരാജ് പറഞ്ഞ എങ്ങനെയാണ് പൃഥ്വിരാജ് ചിന്തിച്ചത്? അപ്പം എനിക്ക് ഒന്നെങ്കിൽ ഇത്ര വലിയ തുക മുടക്കിയിട്ട് ഒരു ആക്ടറെ സിനിമയിലേക്ക് കൊണ്ടുവരാം, ഒരു ഹോളിവുഡ് ആക്ടറെ അല്ലെങ്കിൽ ഹോളിവുഡ് ആക്ടേഴ്സിനെ. അങ്ങനെ ഞാൻ ചെയ്യണോ, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി മൊത്തം ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ടേഴ്സിനെ എടുക്കണോ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ആണ് ഞാൻ തീരുമാനം എടുത്തതെന്ന് പൃഥ്വിരാജ് പറയുമ്പോൾ സ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ടേഴ്സ് ഉണ്ട് ഒരുപാട്. ഹോളിവുഡിൽ നിന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഹോളിവുഡിൽ നിന്നും ഉണ്ടാവും. മേ ബി അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. ഇന്ത്യൻ ആക്ടേഴ്സ് ഉണ്ട്. എന്തായാലും നമ്മൾ ഞെട്ടുന്ന ആക്ടേഴ്സ് ഇതിലുണ്ട്. ടീസറിൽ 2-3 പേരാണ് നമുക്ക് മനസ്സിലാവാത്ത ആൾക്കാരെ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ്. ഓക്കെ, സോ ഇതാണ്. അത് കേട്ടപ്പോൾ സന്തോഷം തോന്നിച്ചാല് ചെറിയ നിരാശ എന്ന് പറയുന്നില്ല. കാരണം അപ്പോഴും സർപ്രൈസിങ് ആണ്. ഇനി ഈ സിനിമയിൽ ആരില്ലെങ്കിൽ ആ സിനിമ കാണാൻ താല്പര്യമുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു മൂവിയാണത്. സോ അത് വേറെ ഭാഗത്ത്. അപ്പൊ ഇതിന്റെ കൂടെ മേ ബി അദ്ദേഹം UK US ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം കൊറിയ എന്ന് പറയുന്നുണ്ടോന്നാ. കൊറിയ എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും മേ ബി ബുദ്ധിമാനായ പൃഥ്വിരാജിന് മനസ്സിലാവും കൊറിയ എന്നുള്ളൊരു വാക്ക് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡോണ്ടിനെ കൺഫേം ആകുന്നത് പൃഥ്വിരാജ്. ഇനി അതുകൊണ്ട് മനഃപൂർവ്വം പറയാതിരുന്നതാണോ എന്ന് അറിയില്ല. കാരണം ഇതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു പല ആക്ടേഴ്സിനുമായിട്ട് സ്ക്രിപ്റ്റ് പല ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളൊരു വാക്ക് അദ്ദേഹം യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. എന്താ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഓക്കെ, അത് ഓക്കെയാണ്. അത് പല ലാംഗ്വേജിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് മേ ബി കൊറിയൻ ലാംഗ്വേജിലേക്കാണെങ്കിലോ, മേ ബി ഡോൺലിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലോ, ഡോൺലി ഇനി ഒരു ക്യാരക്ടർ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്കറിയില്ല. നമുക്ക് സിനിമ വരാൻ വെയിറ്റ് ചെയ്യണം.
ഒരിക്കലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്ററിനല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ഒരു ഗ്ലിംസ് പോലും രാജുവേട്ടൻ നമുക്ക് മുമ്പിലേക്ക് കാണിച്ചു തരാൻ അതിന് 100% ഉറപ്പാണ്. സോ ചാൻസസ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. മമ്മൂക്ക ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ മാത്രമല്ല നമ്മളിപ്പോ അദ്ദേഹം ആ ടീച്ചർ കണ്ടിട്ട് ആ സ്റ്റേജിൽ നിന്ന് മമ്മൂക്ക പറഞ്ഞത് വെച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു ഐഡിയയും ഇല്ല എന്നാണ് തോന്നിയത് ആ സംസാരത്തില്. പക്ഷെ മേ ബി ഇങ്ങനെ പറയാൻ പറ്റില്ല. സിനിമ നടന്മാരാണ്, സിനിമയാണ്. സോ ഒരു ചാൻസ് ഉള്ളത് നമുക്ക് ഇത്രേ ഉള്ളൂ. മമ്മൂക്ക അല്പം കൂടുതലായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഗംഭീര റോളില് ലൂസിഫർ 3 ഉണ്ടാവും, നെക്സ്റ്റ് ഫ്രാഞ്ചൈസിയിൽ ഉണ്ടാവും. പക്ഷേ മേ ബി ഒരു ഷോർട്ടിലെങ്കിലും എമ്പുരാനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ കാണാൻ. ബൈ.